പ്രവാസലോകം അതിജീവനത്തിൻ്റെതാണ്. ബിരുദ സർട്ടിഫിക്കറ്റുകളും പഠിച്ച കാര്യങ്ങളും മാത്രമല്ല ഈ അതിജീവനത്തിന്റെ മാനദണ്ഡം. പഠിച്ച കാര്യങ്ങളുടെ പ്രയോഗവൽക്കരണത്തെക്കാൾ പുതുതായി പഠിച്ചെടുത്ത കാര്യങ്ങളുടെ വിജയകരമായ നടത്തിപ്പാണ് ചിലർക്ക് പ്രവാസം. അവരാകട്ടെ നമ്മെ ശരിക്കും അത്ഭുതപ്പെടുത്തും. പഠിച്ചത് തന്നെയാണോ തൊഴിൽ എന്ന ചോദ്യം ഉയർത്താൻ വരട്ടെ. പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്നവർ നൽകുന്ന ഉത്തരം മറിച്ചായിരിക്കും. പരദേശ മണ്ണിലെ പുതിയ സാഹചര്യത്തിൽ പരിചയമില്ലാത്ത മേഖലകളിൽ നന്നായി വിജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചവരാണിവർ. ഇവിടെ തൊഴിൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ല പ്രശ്നം. മനസ്സിന്റെ താൽപര്യവും പുതുതായി തുറന്നു കിട്ടിയ അവസരവും ഒത്തുചേർന്നപ്പോൾ ഇവരിൽ പലർക്കും പുതുവഴി എളുപ്പമായി. ചിലരാകട്ടെ അസാമാന്യ വിജയം ഉറപ്പാക്കുകയും ചെയ്തു. അത്തരം നൂറുകണക്കിന് ആളുകളുണ്ട് ഈ മണ്ണിൽ. അവരുടെ പ്രതിനിധികളായി ഇതാ ചിലർ മനസ്സ് തുറക്കുന്നു. സാൻഫോർഡ് ടീ ടോക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്. പഠിച്ചത് തന്നെയാണോ തൊഴിൽ എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം ഈ സംവാദത്തിലൂടെ. ഇറ്റ്സ് മീ ക്രിസ് വിത്ത് യു. കം ലെറ്റ്സ് ചാറ്റ്. ഇന്നത്തെ ടീ ടോക്കിൽ നമ്മോടൊപ്പം നിഷ ജോസഫ്. 14 വർഷമായി UAE-യിൽ, കോഴിക്കോട് സ്വദേശിനി. ദുബായ് കേന്ദ്രമായ വിസ് മീഡിയ മാധ്യമ സ്ഥാപനത്തിന്റെ MD ആണ്. ഷട്ടർ ഉൾപ്പെടെയുള്ള സിനിമകളിൽ പ്രധാന വേഷം ചെയ്തു. റേഡിയോ ജോക്കി, TV അവതാരക എന്നീ നിലകളിലും പ്രശസ്ത. ഭർത്താവും 4 കുട്ടികളും ഉൾപ്പെടെ ദുബായിൽ താമസം. രജ്ന റസാഖ് 7 വർഷമായി ദുബായിൽ. ദുബായിലെ പ്രധാന സ്കൂളിൽ ഇസ്ലാമിക് അധ്യാപിക. ഭർത്താവിനൊപ്പം ദുബായിൽ താമസം. ഷഹീം 10 വർഷമായി ദുബായിൽ. തൃശൂർ കേച്ചേരിയാണ് സ്വദേശം. എയർ അറേബ്യയിൽ ജോലി. ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം ദുബായിൽ. പഠിച്ച മേഖലയിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് വരുന്നത്, ഇപ്പോൾ ബയോടെക്നോളജി പഠിച്ചു, അതിനുശേഷം ഇസ്ലാമിക് സ്റ്റഡീസ്. എത്ര ഡിഫിക്കൽട്ടാണ് ഈ ചേഞ്ച് ഓവർ? ഇല്ല, അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എങ്കിലും ഒരു പുതിയ ഫീൽഡ് ആയതുകൊണ്ട് ആദ്യം എനിക്കത് ഏറ്റെടുക്കാൻ പറ്റുമെന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികളുടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഒക്കെ നോക്കുമ്പോൾ ഐ എം വെരി സാറ്റിസ്ഫൈഡ്. ഈ സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, നമുക്ക് പൊതുവേ ചെയ്യുന്ന ജോലി സാറ്റിസ്ഫാക്ഷൻ ആകുക എന്നുള്ളത് ഈ ഒരു സ്ഥലത്തുള്ളൊരു യൂഷ്വൽ ട്രെൻഡാണ്. യുവർ സ്റ്റഡീസ് വർക്ക് മെയിൻലി ഏവിയേഷൻ. അപ്പോൾ ഏവിയേഷൻ നിന്ന് മീഡിയ ഫീൽഡിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു ചേഞ്ച് ഓവർ, ഈ സാറ്റിസ്ഫാക്ഷൻ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, ഇടയ്ക്ക് എന്തെങ്കിലും ഈ ചേഞ്ച് ഓവറിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു? ക്രിസ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു ആങ്കറിങ് അല്ലെങ്കിൽ ഒരു ബിഹൈൻഡ് ദ ക്യാം എപ്പോഴും ഭയങ്കര പാഷനറ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ഇടയ്ക്ക് വെച്ചിട്ട് തൊഴിലിന് വേണ്ടിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചതാണ്. അതായത് നമ്മുടെ ദോസ് ടൈംസിൽ ഹൗ ടു സേ, ആ ഒരു കാശ് കൊണ്ട് നമുക്കൊരു ലിവിങ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ആങ്കർ ചെയ്താലോ അല്ലെങ്കിൽ ഇന്നത്തെ ആ ഒരു ഗ്ലാമറസ് ഒരു ഇതൊന്നും ആയിരുന്നില്ല ആങ്കറിംഗ് എന്ന് പറയുന്നത്. അപ്പം ഐ തോട്ട് ഐ ഷുഡ് ഹാവ് സംതിങ് വെരി റൈറ്റ് ടു ടേക്ക് മൈ ലൈഫ് ഓൺ. അതുകൊണ്ടാണ് സീരിയസ്ലി സ്റ്റഡീസ് ചെയ്തതും, യുനോ എൻ്റെ ലക്ക് കൊണ്ട് തന്നെ ജെറ്റ് എയർവേസിൽ ജോയിൻ ആയതും. അതുകൊണ്ട് ലൈഫ് അങ്ങനെ ഏവിയേഷൻ ആയി മാറിയത്. അല്ല, പക്ഷേ ഏവിയേഷനിൽ ഇറ്റ് വാസ് ഗിവിംഗ് യു പ്രോപ്പർ മണി, റൈറ്റ്? ഓഫ് കോഴ്സ് ഏവിയേഷനിൽ മാറിയത് കാശില്ലാത്തതുകൊണ്ടല്ല. ആസ് ഐ സെഡ്, ദിസ് വാസ് ആൻ ഏർലിയർ ഡ്രീം. അതങ്ങനെ നമ്മൾ കില്ല് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. സോ ഇടയ്ക്ക് ഓരോ ചാൻസ് കിട്ടുമ്പോൾ വി വിൽ കം ആൻഡ് ഡു ഇറ്റ്. റേഡിയോയിൽ വോയിസ് കൊടുത്തിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഷോയിൽ ആങ്കർ ചെയ്തിട്ടാണെങ്കിലും ശരി, കെപ്റ്റ് ഇറ്റ് സൈഡ് ബൈ സൈഡ്. അതൊരു മെയിൻ സ്ട്രീം ആയില്ല. പിന്നെ വെൻ ഇറ്റ് കെയിം ടു എ പൊസിഷൻ വേർ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സമയം എത്തിയപ്പോൾ ഈവൻ ഐ തോട്ട്, വൈ ഡോണ്ട് ഐ ഫോളോ മൈ പാഷൻ? എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഹോബി ഒരിക്കലും നമ്മൾ മെയിൻ പ്രൊഫഷൻ ആവത്തില്ല. ദാറ്റ് വാസ് നോട്ട് ദി കേസ് വിത്ത് യു. ഇപ്പോൾ ഷഹീമിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല? ഇല്ല, ഞാൻ ആക്ച്വലി ഏവിയേഷൻ എന്നുള്ളൊരു സംഭവത്തിനെ കുറിച്ച് ഞാൻ അറിയുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷം. നമ്മുടെ നാട്ടിൽ നമ്മൾ ഏവിയേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അങ്ങനെയുള്ളൊരു ഇതിലല്ല നമ്മൾ. ആക്ച്വലി ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ നിഷ മീഡിയയിൽ നിന്നും ഏവിയേഷനിൽ നിന്നും മീഡിയയിലേക്ക് വന്നു. ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു. ഞാൻ മീഡിയയിലായിരുന്നു. ഞാനിവിടെ നാട്ടിൽ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ മീഡിയയിലായിരുന്നു. ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിട്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് എൻ്റെ ജോബ് മീഡിയയിലായിരുന്നു. ഞാനൊരു വെബ് ഡിസൈനിങ് കമ്പനിയുടെ സൗണ്ട് ചെയ്തായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ മോണിറ്ററി ബെനിഫിറ്റും എല്ലാം കൂടി ഞാൻ പിന്നെ ഇവിടെ വന്നത് മെയിനായിട്ട് നമ്മളൊരു മോണിറ്ററി ബെനിഫിറ്റും നമ്മൾ ഫാമിലി എക്സലും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മാറിയെന്ന് മാത്രമേ.
ഇതിലിപ്പോൾ മോണിറ്ററി ബെനിഫിറ്റിന്റെ കാര്യം പറഞ്ഞു. മോണിറ്ററി ബെനിഫിറ്റിൽ യു ആർ ഹാപ്പി നൗ വിത്ത് ഏവിയേഷൻ ഇൻഡസ്ട്രി? ഡെഫിനറ്റ്ലി. ഓക്കെ. വേറൊരു കാര്യമുണ്ട്, നാട്ടിലേക്ക് ഈ അച്ഛനമ്മമാരൊക്കെ പറയുന്നൊരു ഇതുണ്ട്, നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നിനക്ക് ജോലി കിട്ടില്ല. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഫാമിലിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല? ഓഫ് കോഴ്സ്. ഞാൻ ജോലി വിട്ടപ്പം, ഇവിടെ വന്നിട്ട് ജോലി വിട്ടപ്പം എനിക്കിപ്പോഴും എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ അയ്യോ ഒരു അബദ്ധമാണല്ലോ നിഷ ചെയ്തത്, ബിസിനസ് ചെയ്യാൻ പോകുന്ന ഒരു സ്ത്രീ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് അധികം എൻ്റെ ഫാമിലിയിൽ നിന്നൊക്കെ ആൾക്കാരെ ചോദിച്ചിട്ടുള്ളത്. ഒരു കോൺഫിഡൻസ് ഇല്ലായിക, നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ജോലിയല്ലേ അതെന്തിനാ വിട്ടത്, അങ്ങനത്തെ ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് പ്രയാസമായിരുന്നു നമ്മളൊരു ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫാക്ടർ. ഒരു പോയിന്റ് തന്നെയാണ്. ബീങ് ഒരു സ്ത്രീയാണ് ബിസിനസ്സിലേക്ക് പോകുന്നത്. രചനയുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ഫാമിലി അക്സെപ്റ്റൻസ് കൂടിയ ഒരു ഫീൽഡിലേക്ക്, അതായത് ബയോടെക്നോളജിയിൽ പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ ഫാമിലിക്ക് സന്തോഷം പ്രോബ്ലി ഇസ്ലാമിക് സ്റ്റഡീസ് ആയിരിക്കില്ല. എങ്ങനെയായിരുന്നു ആ ചേഞ്ച് ഓവർ ഫാമിലി? അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ബയോടെക്നോളജി ഫീൽഡിലാണെങ്കിൽ ഫിനാൻഷ്യലി എനിക്ക് ബെറ്റർ അതിലായിരിക്കും കിട്ടുക. ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി അത്ര ഇല്ലെങ്കിലും എൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പ്രൊഫഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു യാത്രയിലാണ് കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അറിവ് നേടുക എന്നുള്ളതും അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ എപ്പോഴും ഞാൻ എൻ്റെ ഒരു മോട്ടിവേഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പ്രോഫിറ്റിക് വേർഡ് ഉണ്ട്, അതായത് സീക്ക് നോളജ് ദോ ഇറ്റ് ഈസ് ഇൻ ചൈന. നിങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോയിട്ടാണെങ്കിൽ പോലും നോളജ് സീക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എനിക്കൊരു 2 years ബ്രേക്ക് എടുക്കേണ്ടി വന്നൊരു ജോബിൻ്റെ ഇടയിൽ ജോബിൻ്റെ ഇടയിൽ എനിക്ക് പേഴ്സണൽ റീസൺ. ആ സമയത്ത് ഞാൻ പഠിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചേഞ്ച് മെന്റലി എനിക്ക് വേണം തോന്നിയ സമയത്ത് എന്തോ ഒരു ലക്കിന് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ ഫുള്ളി ഡൈവേർട്ട് ചെയ്ത് പോണത്. ഇല്ല, അവര് ഹാപ്പിയാണ്. ഒരു ആസ്പെക്ട് വേറൊരു ഇതിൽ വരുന്നത് എൻട്രിങ് എ ഫീൽഡ് വിച്ച് യു ഡോണ്ട് നോ, അബദ്ധങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത അബദ്ധങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ ഈ മീഡിയ എന്നുള്ള എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനൊരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ഒരു മാക്സിമം ഒരു 6 month ഒക്കെ ഞാൻ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. ഈ ഏവിയേഷനിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുന്നതിൻ്റെ ഒരു ഇൻ ബിറ്റ്വീൻ ടൈം. ഓക്കെ. അബദ്ധങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു ഏരിയ ആയിരുന്നില്ല അത്. ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷനും അക്കൗണ്ടൻ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ക്രിസ് ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നു, എൻ്റെ അടുത്ത് എൻ്റെ സെക്കൻഡ് ഡേ എൻ്റെ മാനേജർ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ടാണ് ഞാനവിടെ ജോയിൻ ചെയ്തത്. എൻ്റെ ഫ്രണ്ട് ഒരു അക്കൗണ്ടൻ്റ് ആണ്, അവനായിരുന്നു അവരുടെ അക്കൗണ്ട്സ് ഒക്കെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവൻ എന്നെ ഒരു കുഴപ്പമില്ല നല്ല ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനവിടെ വന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ തന്നു, ഇത് കൊട്ടേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഓ കൊട്ടേഷൻ, ഈ വേർഡ് ഇവിടെ കൊട്ടേഷൻ ശരി. അപ്പോൾ ഞാൻ കൊട്ടേഷൻ ഞാൻ ഇപ്പോൾ ശരി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയറിലിങ്ങനെ തിരിഞ്ഞു, സിസ്റ്റത്തിലിരുന്നു, സെർച്ച് ചെയ്തു, കൊട്ടേഷൻ സെർച്ച് അടിച്ചു. അപ്പോൾ അവരുടെ ഫോൾഡറൊക്കെ വന്നു, കൊട്ടേഷൻ ഫോൾഡേഴ്സ് ഒക്കെ വന്നു. അത് നോക്കി നമ്മൾ ചെയ്തു. രസം ഉണ്ടായെന്ന് വെച്ചാൽ മീഡിയയിൽ ഒരു ടെക്നിക്കൽ സ്റ്റഡീസ് ഒന്നും ഞാൻ മീഡിയയിൽ ചെയ്തിട്ടില്ല, യു നോ മീ വെരി വെൽ. പക്ഷേ ഇതൊരു പാഷനാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ FCT അല്ലെങ്കിൽ നമ്മുടെ ഈ ടെർമിനോളജീസ് ഉണ്ടല്ലോ, മീഡിയയിലെ ടെർമിനോളജീസ് അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിലെ ടെർമിനോളജീസ്, അതൊക്കെ ആക്ച്വലി ഓരോരുത്തർ ചോദിക്കുമ്പം ഒരു മിനിറ്റ് ഇപ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി പിന്നെ പോയിരുന്ന് വായിച്ചും മനസ്സിലാക്കിയും അല്ലെങ്കിൽ ആൾക്കാരോട് സംസാരിച്ചും, ക്രിസ്റ്റിനോട് തന്നെ എത്ര പ്രാവശ്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യും, അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള ഒരു രീതിയിലേക്കാണ് വന്നത്. അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ചില സമയത്ത് തോന്നാറുണ്ട്, അല്ലെ ഇനി നിർത്തിയിട്ട് ഇനി എന്ത് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കി പഠിച്ചിട്ട് വരണം എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഗോഡ്സ് ഗ്രേസ് എല്ലാം അങ്ങ് സർവൈവ് ചെയ്ത് പോവായിരുന്നു ഞാൻ. ബിക്കോസ് ഞാൻ അങ്ങനെ മുന്നിലെ തടസ്സങ്ങളെ കുറിച്ചൊന്നും അങ്ങനെ വെറിയിടല്ല, വരട്ടെ വരുമ്പോൾ നമ്മളങ്ങ് ചെയ്യാം എന്നുള്ള ഒരു മോട്ടീവായിരുന്നു എനിക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. അതെന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വലിയ ഓർമ്മയിൽ നിൽക്കണ അബദ്ധങ്ങളൊന്നും പറ്റിയതായിട്ടൊരു ഓർമ്മയില്ല. പഠിച്ച ജോലിയിൽ നിന്നും മാറി വേറൊരു തൊഴിൽ സ്വീകരിച്ച് എന്തായാലും കുറേയധികം പ്രശ്നങ്ങളൊക്കെ നേരിട്ടുണ്ടാവും. ഞാനും അതിൽ ഉൾപ്പെടുന്ന ഒരാളാണ്. We'll take a short break. We'll be back with you. San for Tea Talkil ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്. വെൽക്കം ബാക്ക് ടു San for Tea Talk. It's me Chris with you. പഠിച്ച ഒരു വഴിയിൽ നിന്ന് മാറി വേറൊരു വഴിയിലേക്ക് വരുമ്പോൾ കുറേയധികം പ്രശ്നങ്ങളൊക്കെ പറ്റാറുണ്ട്. യെസ്, ഐ എം ഓൾസോ എൻ എക്സാമ്പിൾ. ഇപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നത്, ഒരു സർട്ടിഫിക്കറ്റ് പഠിച്ച് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വെച്ചിട്ട് നീ എന്ത് വേണേൽ ചെയ്തു. എക്സാക്ട്ലി അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഇഷ്ടമുള്ള തൊഴിലൊക്കെ തേടി പോകുന്നു. ഇങ്ങനെ തേടി പോകുന്നതിൽ ഇഫ് ഇറ്റ് ഈസ് യുവർ ചൈൽഡ്, വാട്ട് വുഡ് ബി യുവർ ഫീലിംഗ്? ബിക്കോസ് ഇത് എപ്പോഴും ഒരു പാരന്റ് ആകുന്നവരെ നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. പാരന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഉടനെ നമുക്ക് വി ആർ കോഷ്യസ്, നമ്മളെല്ലാ
ഈ ആമ കൈ അകത്തോട്ടെടുക്കുന്ന പോലെ എല്ലാ കൈയും നമ്മൾ അകത്തോട്ടെടുക്കുന്ന ഒരു സിറ്റുവേഷൻ. വിൽ യു ഡു ദാറ്റ്? ഓക്കെ, ഇപ്പൊ ക്രിസ് ഇപ്പൊ പാരന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വേറൊരു തലത്തിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മൾ കിഡിന് അവരുടെ ചോയ്സ് നമ്മൾ അതിനൊരു വേ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ല, ബട്ട് അഗൈൻ ഇറ്റ് വാസ് യുവർ ചോയ്സ്. ഇഷ്ടപ്പെട്ട സൗണ്ട് എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെട്ടല്ലേ പഠിച്ചത്? അതെ, ഇഷ്ടപ്പെട്ടാണ് ഞാൻ. ആ ഫീൽഡിൽ നിന്ന് മാറിയതും സ്വന്തം ഇഷ്ടത്തിലല്ലേ? ആ ഫീൽഡിൽ നിന്ന് മാറിയത് സ്വന്തം ഇഷ്ടത്തിനാണെന്ന് വെച്ചാൽ ചെറിയ ഐ തിങ്ക് ഐ സേ ദിസ്, നമ്മുടെ ഏജില് നമ്മളെങ്ങനെയായിരുന്നോ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ളത് അതുപോലെയല്ല ഇന്നത്തെ ജനറേഷൻ. അവർ കുറച്ചും കൂടെ ഔട്ട്ലുക്ക് ഉള്ള കുട്ടികളാണ്. ഇപ്പം എൻ്റെ മക്കളാണെങ്കിൽ, മൂത്ത മകളൊക്കെ ആണെങ്കിൽ ഇപ്പം ഗ്രേഡ് 10-ലായിട്ടേ ഉള്ളൂ. ആൾക്ക് ഇപ്പോഴേ ഒരു വിഷൻ ഉണ്ട്, ആൾക്ക് എന്താവണം അല്ലെങ്കിൽ എന്താവണ്ട, എനിക്ക് ഇന്നതൊക്കെ ചെയ്യാനുണ്ട്. എൻ്റെ കൊച്ചിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മമ്മി പഠിക്കാൻ പറയുമ്പോൾ ഇരുന്ന് ബുക്ക് എടുക്കാന്നല്ലാതെ ഇത് എനിക്ക് വേണ്ടിയാ ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അല്ല, പലപ്പോഴും നമ്മുടെയൊക്കെ പേഴ്സണൽ പഠിക്കുന്ന സമയം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ച വഴി ഇതാണെന്ന് നമുക്ക് പറയാം. വടി എടുത്ത് വെച്ചിട്ട് ഡാഡി വരും എന്നൊക്കെ പറയുമ്പോൾ മമ്മി അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴൊക്കെയാണ് ഞാൻ ബുക്ക് എടുത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. ഐ വാസ് നെവർ ഫോക്കസ് സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. ഇപ്പം ഏതെങ്കിലും എൻ്റെ ക്ലാസ്മേറ്റ്സ് ആരെങ്കിലും ഇത് കേട്ടോണ്ടിരിക്കണമെങ്കിൽ അവർ ഉറപ്പിച്ചും പറയും നിശ ഒരിക്കലും ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. പക്ഷേ എവിടെയെങ്കിലും ഡാൻസ് കളിക്കാനുണ്ടോ, പാട്ട് പാടാനുണ്ടോ, യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടോ, അവിടെയൊക്കെ വീട്ടുകാരോട് ചോദിച്ചില്ലെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇതുണ്ടല്ലോ ക്രിസ്, അതിനിപ്പോൾ അച്ഛനല്ല അമ്മയല്ല ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. ഇപ്പം നമ്മളെ കുട്ടികളുടെ സ്ഥിതിയും അത് തന്നെയാണ്. ഇപ്പം നമ്മൾ അവരെ ഫോഴ്സ്ഫുള്ളി വേറെ ഒന്നിലേക്ക് വിട്ടാലും അവർ തിരിച്ച് ഇതുപോലെ ബൗൺസ് ബാക്ക് ആയിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ. ഞാൻ എൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ ടീച്ചറെ കാണാൻ പോകുമ്പോൾ, പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പം ഞാൻ ടീച്ചറോട് ചോദിക്കുന്നത്, ടീച്ചർ അവൾക്ക് ഇതിൽ മാർക്ക് കുറവാണ്, ഇതിന് മാർക്ക് കൂടുതലാണെന്ന് പറയുമ്പോൾ ഞാൻ ബോധേഡല്ല. അപ്പം എൻ്റെ മകൾക്ക് തന്നെ അത്ഭുതം, ഞാൻ എന്താ അങ്ങനെ ടെൻഷൻ ഇല്ലാണ്ടിരിക്കണേ. ഞാൻ ടീച്ചറോട് പറയും പാസ്സാവണം, ഒരു അടുത്ത ഗ്രേഡിലേക്ക് പോകാനുള്ള രീതിയിലുള്ള നല്ല മാർക്ക് ഉണ്ടാവണം. പക്ഷെ അതിലുപരി എൻ്റെ പെൺകുട്ടികൾ നല്ല കുട്ടികളായിട്ട് വളരുന്നുണ്ടോ, അവരുടെ ക്യാരക്ടേഴ്സ് ഫോം ആയിട്ടുണ്ടോ, ഇതിലൊക്കെയാണ് എനിക്ക് ടെൻഷൻ. ബിക്കോസ് നമ്മളിതായ രീതിയിൽ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് അവർ വളരുന്നത്.